കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് 2026 മുഴുവൻ ചന്ദ്രഗ്രഹണമാണ് വരുന്നത്. അതും ഈ വരുന്ന മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ചയാണ്. സമയം പറയുകയാണെങ്കിൽ ഏകദേശം ഉച്ചതിരിഞ്ഞിട്ട് 3 മണി 17 നിമിഷം തൊട്ട് തുടങ്ങിയിട്ട് വൈകിട്ട് സന്ധ്യ നേരം ആകുമ്പോഴേക്കും ഒരു 6:47 നിമിഷം വരെ ആ ചന്ദ്രഗ്രഹണം നീണ്ടു നിൽക്കുന്നുണ്ട്. മുഴുവൻ ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് നോക്കണതിനൊന്നും കുഴപ്പമില്ല. ചന്ദ്രഗ്രഹണം കാണാം, സൂര്യഗ്രഹണമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല പറയും. ആരും കഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിക്കാൻ പാടില്ല പറയും. അതിന് മുന്നേയൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ ശേഷം കുളിച്ച് ശുദ്ധി ചെയ്ത ശേഷം വീടൊക്കെ വൃത്തിയാക്കിയ ശേഷം ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ പാല്, തൈര് അങ്ങനെയുള്ളതൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ദർഭപ്പുല്ല് കിട്ടുന്നവരാണ് ഈ ദർഭപ്പുല്ല് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഉള്ളിൽ എല്ലാം നമ്മൾ എന്തൊക്കെ അരി സാധനങ്ങളൊക്കെ ഉണ്ടോ, വീട്ടിൽ ഭക്ഷണ സാധനങ്ങളുണ്ടോ അതിലൊക്കെ ഈ ദർഭപ്പുല്ല് ഇടാം. അങ്ങനെ ദർഭപ്പുല്ല് കിട്ടാത്തവർക്ക് ഒരു തുളസി ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ, ഒരു തുളസി ഇല പൊട്ടിച്ച് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിലേക്ക് ഇട്ട് വയ്ക്കാം. ശരിക്കും ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഗ്രഹണം കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഭക്ഷണമൊന്നും വൃത്തികേടാക്കാൻ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തുളസിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ശേഷം നമുക്ക് കഴിക്കാം. അതുമാതിരി തന്നെ ഈ ഗ്രഹണം കഴിഞ്ഞ സമയത്ത് നമ്മൾ വീടൊക്കെ ശുദ്ധി ചെയ്ത ശേഷം അടിച്ചു വാരി തുടച്ച് നമ്മൾ കുളിക്കുക എന്ന് പറഞ്ഞാൽ മേല് മാത്രമല്ല, ശരീരം മാത്രമല്ല കുളിക്കേണ്ടത്, തല കുളിക്കണം. മുങ്ങി കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുങ്ങി കുളിക്കാം. ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം.